ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കോസ്റ്റ് ഷീറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു 8 to 10 മാർക്സ് ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ കോസ്റ്റ് ഷീറ്റിന് ഞാൻ ഫോർമാറ്റിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒരു കോസ്റ്റ് ഇക്വേഷൻ, ഒരു ബേസിക് കോസ്റ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? So you know that total cost plus our profit will be equal to sales അല്ലേ, റൈറ്റ്? ഇതാണ് ഒരു ബേസിക് കോസ്റ്റ് ഇക്വേഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ് പ്ലസ് അതിൻ്റെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് സെയിൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുന്നു, എന്താണോ നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ള ആഡ് ചെയ്യുന്നു, ഫൈനലി നമ്മൾ സെയിൽസിലോട്ട് അറൈവ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് അൾട്ടിമേറ്റ്ലി വാട്ട് വി ആർ ഡൂയിങ്. പക്ഷേ ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞ ഐറ്റം നമ്മൾ പല സ്റ്റേജായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ഡിസ്കഷനിൽ നോക്കുന്നത്. എങ്ങനെയാണ് ഈ കോസ്റ്റിൽ തന്നെ പല കോസ്റ്റ് വരുന്നത്? അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രൈം കോസ്റ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഫാക്ടറി കോസ്റ്റ് കേട്ടിട്ടുണ്ടാവും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ട്. അങ്ങനെ പല സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ കോമ്പണൻസ് ഉള്ളത്, എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, വി വിൽ ബി ഗെറ്റിംഗ് ദ സെയിൽസ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിനെ തന്നെ ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, വൺ ഈസ് ഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, സോ അതർ വിൽ ബി വാട്ട്? ഇൻഡയറക്റ്റ് കോസ്റ്റ്, റൈറ്റ്? എന്താണ് ഡയറക്റ്റ് കോസ്റ്റ്? ഓക്കെ, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രൊഡക്റ്റോ സർവീസിലോട്ടോ ആ ഒരു കോസ്റ്റ് ഡയറക്റ്റ്ലി ട്രേസബിൾ ആകുമ്പോഴാണ് അത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഓരോ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് എന്താ, അത് ഓരോ പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും അല്ലേ. ഓരോ അഡീഷണൽ പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ, ഈ റോ മെറ്റീരിയൽ കോസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി ഐ ക്യാൻ ട്രേസ് അല്ലേ. അതേപോലെ തന്നെ ഡയറക്റ്റ് ലേബർ ഉണ്ട്, വേജസ്, പ്രൊഡക്ഷൻ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ്. അപ്പോൾ അവർക്ക് എന്താ, അവർ ഓരോ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവരുടെ വേജസ് എനിക്ക് എന്താ ഡയറക്റ്റ്ലി ട്രേസബിൾ ആണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി കോസ്റ്റ്, പവർ കോസ്റ്റ്. ഇപ്പോൾ എൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതോറും എന്താ, എനിക്ക് ഇലക്ട്രിസിറ്റി കോസ്റ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലി ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, റൈറ്റ്. സോ അതൊക്കെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ കണ്ടീഷൻസ് ആർ ഇറ്റ് ഷുഡ് ബി ഡയറക്ട്ലി ട്രേസബിൾ ടു അവർ പ്രൊഡക്ഷൻ ഓർ സർവീസ്, റൈറ്റ്? ആൻഡ് സെക്കൻഡ് തിങ്, ഇറ്റ് ഷുഡ് ബി ഇൻകേർഡ് ഫോർ പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ വരുന്ന എല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, വാട്ട് എവർ ഇസ് നോട്ട് എ ഡയറക്റ്റ് കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ബിറ്റ്വീൻ ഇറ്റ് ബിക്കംസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, സോ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് അല്ല, അതേപോലെ തന്നെ ഡയറക്റ്റ്ലി ട്രേസബിൾ അല്ല. ഫോർ എക്സാമ്പിൾ റെൻ്റ് എന്ന് പറയുന്ന ഐറ്റം അല്ലേ, നമുക്ക് ഒരിക്കലും ഓരോ യൂണിറ്റുമായിട്ട് നമുക്കത് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അതൊരു മന്തിൽ ഒരു പീരീഡ് കോസ്റ്റ് പോലെ ഇൻകർ ചെയ്യുന്നതാണ്. ഓക്കെ, അതെല്ലാം നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റിലാണ് വരിക. ഓക്കെ, so I'm broadly classifying into two, direct cost and indirect cost. Okay, now direct cost I'm going to further classify into some more items. Okay, one is direct material, then you have direct labor, then finally you have one more item, direct expenses. ഓക്കെ, റൈറ്റ്. ഈ 3 കോമ്പണൻസ് ആണ് മെയിൻലി നമുക്ക് ഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ അറിയാം, നമ്മുടെ റോ മെറ്റീരിയൽ പർച്ചേസ് മെയിൻലി ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് ലേബർ പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷനിൽ വരുന്ന വർക്കേഴ്സ് അല്ലേ, ഹു ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിങ് ദാറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ്, അവരെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് ഡയറക്റ്റ് ലേബറിൽ വരും. ഇതല്ലാതെ ഡയറക്റ്റ് എക്സ്പെൻസ് വരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി കോസ്റ്റ്, അതൊരു മെഷീൻ്റെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് എന്താ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അതേ തന്നെ ഇപ്പോൾ ഒരു ഓഫീസിലെ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അത് എന്താ ഇൻഡയറക്റ്റ് കോസ്റ്റിലോട്ട് പോയി. ഓക്കെ, ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻസ്. ഓക്കെ, സോ ഈ ഒരു 3 ഏരിയാസ് നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് വി വിൽ ബി ഫൈൻഡിങ് ദ ടോട്ടൽ ഓഫ് ഓൾ ദ 3 ഐറ്റംസ്. ഓക്കെ, യു വിൽ ബി നോയിങ് ഇറ്റ്, വി കോൾ ഇറ്റ് പ്രൈം കോസ്റ്റ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഓക്കെ, സോ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് 3 ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. അതിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ അതാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് തന്നെ ഇപ്പോൾ നമ്മൾ പല ആംഗിളിൽ നമ്മൾ ചിന്തിക്കുകയാണ് അല്ലേ. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു, ഡയറക്റ്റ് കോസ്റ്റ് തന്നെ പല ബൈഫർക്കേഷൻ വന്നു.
അതിൻ്റെ ടോട്ടൽ പ്രൈം കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് ഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും. ഓക്കെ, നൗ ദ അതർ പാർട്ട് ഈസ് ദ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, ഇൻഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ വേറൊരു പേരിലൂടെ കൂടെ നമ്മൾ വിളിക്കും അല്ലേ. വാട്ട് ഈസ് ദാറ്റ്? ഓവർഹെഡ്സ്. ഓക്കെ, ദിസ് ഇസ് ദ അനദർ നെയിം വി കോൾ ഫോർ ഓവർഹെഡ്സ്. ഓക്കെ, ഓവർഹെഡ്സും ഇനി ഞാൻ ക്ലാസിഫൈ ചെയ്യാൻ പോകണം. ഓക്കെ, ബേസ്ഡ് ഓൺ വേർ ഇറ്റ് ഈസ് ഇൻകർഡ്, ഏത് പ്ലേസിലാണ് അത് ഇൻകർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ബേസിസിൽ ഞാൻ എന്ത് ചെയ്യണം? ഓവർഹെഡ്സിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. സോ ഫസ്റ്റ് ഐ ആം റൈറ്റിംഗ് ഫാക്ടറി ഓവർഹെഡ്സ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് എന്നും പറയും, ഫാക്ടറി ഓവർഹെഡ്സ്. ഓക്കെ, സോ വാട്ട് ആൻഡ് ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇസ് ഇൻകറിംഗ് മൈ ഫാക്ടറി, that is called factory overheads. Okay, then I have something called admin or office overheads. Okay, office and admin expenses. Okay, right. And finally one more thing, what is that? Selling and distribution overheads. Okay, right, selling and distribution overheads. Okay, so അപ്പോൾ ഒരു കോസ്റ്റ് വരുന്നുണ്ട്, അത് ഏത് പ്ലേസിൽ ഇൻകർ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഫാക്ടറി ആണോ, അഡ്മിൻ ആണോ, അതേപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെൻ്റ് ആണെന്ന് വയ്ക്കാം. റൈറ്റ്, ഇപ്പോൾ ഫാക്ടറി റെൻ്റാണ്, ഫാക്ടറിക്ക് വേണ്ടിയിട്ടുള്ള റെൻ്റ് ആണെങ്കിൽ നമ്മളെവിടെ ഇൻക്ലൂഡ് ചെയ്യും? അത് ഫാക്ടറി ഓവർഹെഡ്സിൽ വരും അല്ലേ. ഇതേപോലെ ഓഫീസിൻ്റെ റെൻ്റ് ആണെങ്കിലോ അതെവിടെ വരും? അഡ്മിൻ അതിൻ്റെ ഓഫീസ് ഓവർഹെഡ്സിൽ വരും. റൈറ്റ്, ഇതേപോലെ തന്നെ വെയർ ഹൗസിൻ്റെ റെൻ്റ് ആണെങ്കിലോ, ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് നമുക്ക് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ, ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാം, ഒരു വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യണം അല്ലേ. ആ വെയർ ഹൗസിൻ്റെ റെൻറ്റ് എന്തായിരിക്കും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർഹെഡ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? റൈറ്റ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? പ്രൈം കോസ്റ്റ് കിട്ടി അല്ലേ. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തായിരിക്കും? ഫാക്ടറി ഓവർഹെഡ്സ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്. നൗ അഡ്മിൻ ഓവർഹെഡ്സ് എഗെയിൻ ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അഡ്മിൻ ഓവർഹെഡ്സ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആവാം, റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓർ ഫാക്ടറി. ഓക്കെ, അതല്ലാതെ ക്വസ്റ്റ്യനിൽ ജനറൽ ഓവർഹെഡ്സും തരാം. ഓക്കെ, അഡ്മിനെ തന്നെ ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. പ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? അഡ്മിൻ കോസ്റ്റ് വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വയ്ക്കാം. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മളുടെ പ്രൊഡക്ഷനിലെ യൂണിറ്റ്സ് തന്നെ ബിഫോർ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതെന്താ ഒരു ക്വാളിറ്റി കൺട്രോൾ ചെക്ക് വരും. അപ്പോൾ ഇത് പ്രൊഡക്ഷൻ ആണോ വെച്ച് പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാണ്, പക്ഷേ ഇത് അഡ്മിൻ ആണ് അല്ലേ. റൈറ്റ്, ഒരു അഡ്മിൻ കോസ്റ്റ് ആണ്. റൈറ്റ്, സോ അതുപോലത്തെ എന്താ പ്രൊഡക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിൻ കോസ്റ്റ് വരാം. ഓക്കെ, അതല്ലാതെ വരുന്ന ജനറൽ ഓവർഹെഡ്സും വരാം. ഓക്കെ, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഓരോ കോമ്പണൻസും എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു പ്രൈം കോസ്റ്റ് ഞാൻ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, അതിൻ്റെ ഒപ്പം ഞാൻ ഫാക്ടറി ഓവർഹെഡ്സ് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് സംതിങ് കോൾഡ് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ്. ഓക്കെ, ആർ യു ഗെറ്റിംഗ്? റൈറ്റ്, ദെൻ അപ്പോൾ വർക്ക്സ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയയിലെത്തി നമ്മളല്ലേ. പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡ്സും ആഡ് ചെയ്തപ്പോൾ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ആ വർക്ക്സ് കോസ്റ്റ് ഞാൻ എടുക്കുകയാണ്, ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ്. അതിൻ്റെ ഒപ്പം ഞാൻ ഈ അഡ്മിൻ കോസ്റ്റ് പറഞ്ഞല്ലേ, അഡ്മിൻ ഓവർഹെഡ്സിൽ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു, അത് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് സംതിങ് എൽസ്. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ആഡിങ് ദിസ് ഐറ്റം. ഓക്കെ, റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓർ ഫാക്ടറി. ഓക്കെ, so admin overheads related to production. Okay, right, we will be getting something called cost of production. ഓക്കെ, ഇതിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്, അത് ഞാൻ ഒരു നെക്സ്റ്റ് പോയിന്റിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ ആണ് അറിയേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റിൻ്റെ ഒപ്പം അഡ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് പ്രൊഡക്ഷൻ റിലേറ്റഡ് അഡ്മിൻ കോസ്റ്റ് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് സംതിങ് കോൾഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, റൈറ്റ്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ ടേക്ക് ദിസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. റൈറ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ അഗെയിൻ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് we are doing. Okay, I am just adding opening stock of finished goods minus closing stock of
finished goods, I will be getting something called cost of goods sold. Okay, right? Again, നമ്മൾ ഈ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് തന്നെ പല പല രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. പ്രൈം കോസ്റ്റ് ഡിവൈഡ് ചെയ്തു അല്ലേ, ദെൻ ഇപ്പോൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞു, പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയണം. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വൺസ് യു ഗെറ്റ്. ഓക്കെ, അതിൻ്റെ ഒപ്പം ജസ്റ്റ് ആഡ് ദ അഡ്മിൻ ഓവർ ഹെഡ്സ്, ദാറ്റ് ഈസ് ജനറൽ. ഓക്കെ, ജനറൽ മാത്രമാണ് ഇവിടെ വരുന്നത്, കാരണം എന്താ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ തന്നെ സ്റ്റേജിൽ ആഡ് ചെയ്തു. ഓക്കെ, പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഓക്കെ, റൈറ്റ്. ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് പറയുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇതിൻ്റെ ഒപ്പം പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് വി വിൽ ബി ഗെറ്റിംഗ് സെയിൽസ്. ഓക്കെ, ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഓവറോൾ ഐഡിയ ആണ്, നമ്മൾ ഇൻഡിവിജ്വൽ ഐറ്റത്തിലോട്ട് പോകുന്നേ ഉള്ളൂ. We are having an overall idea how a cost sheet. Okay, right. So I'm just summarizing what is my overall sales, my total cost plus profit. Okay, total cost ne ഞാൻ again bifurcate ചെയ്തു, direct cost and indirect cost. Indirect cost is also known as overheads. Okay, direct cost mainly മൂന്ന് components ആണ് പറഞ്ഞു അല്ലേ, direct material, direct labor, direct expense. Together they are called prime cost. Okay, then overheads ഞാൻ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഫാക്ടറി ഓവർ ഹെഡ്സ്, ഓഫീസ് ആൻഡ് അഡ്മിൻ, സെല്ലിംഗ് ആൻഡ് അഡ്മിൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ഓക്കെ, അഡ്മിൻ ഇതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ വരാം. എന്താ, ഒന്ന് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ വരാം, അല്ലെങ്കിൽ ജനറൽ വരാം. ഓക്കെ, റൈറ്റ്. ആൻഡ് നൗ വാട്ട് ഐ ടോൾഡ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടി അല്ലേ. പ്രൈം കോസ്റ്റിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറി ഓവർ ഹെഡ്സ് മാത്രം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഓക്കെ, റൈറ്റ്. ആ ഫാക്ടറി കോസ്റ്റിൻ്റെ ഒപ്പം നമ്മളെന്താ ഈ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓർ ഫാക്ടറി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് ഫൈനലി എന്താ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആൻഡ് ഫൈനലി നമുക്ക് ഈ രണ്ട് ഐറ്റമാണ് ബാക്കി അല്ലേ, ജനറൽ ഓവർ ഹെഡ്സും എന്താ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സും. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫൈനലി വിൽ ബി ഗെറ്റിംഗ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഓവറോൾ ഐഡിയ അബൌട്ട് കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫോർമാറ്റിലോട്ട് പോവാം. ഓക്കെ, ഫോർമാറ്റിലോട്ട് പോകുമ്പോൾ ഐ വിൽ ബി ഗിവിങ് മോർ എക്സാമ്പിൾസ്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ബിറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബേസിക് ഐഡിയ നമുക്ക് ആദ്യം കിട്ടിയല്ലേ, എങ്ങനെയാണ് ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഫോർമാറ്റാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ് നമ്മൾ പ്രൈം കോസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയിരുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ വി റിക്വയർഡ്, ദെൻ ഡയറക്റ്റ് ലേബർ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ്. റൈറ്റ്. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. റൈറ്റ്. നൗ ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത വാല്യൂ ആണോ നമ്മളിവിടെ എടുക്കേണ്ടത്, അതോ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്താണോ ഇവിടെ എടുക്കേണ്ടത്? ഓക്കെ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു കൊല്ലം മൊത്തം പർച്ചേസ് എത്രയാണെന്നൊന്ന് നോക്കി അതിൻ്റെ എമൗണ്ട് ഇവിടെ ആഡ് ചെയ്താൽ മതിയോ, അതോ ഈ കൊല്ലം എത്രയാണ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്ത് എന്നുള്ളത് എടുക്കണോ എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് വി ഹാവ് ടു ടേക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് ഓൺലി. ഓക്കെ, റൈറ്റ്. ബിക്കോസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു മെറ്റീരിയൽ ഉണ്ടാവും അല്ലേ, റൈറ്റ്. നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ഉണ്ടാവും, അത് നമ്മൾ ഇക്കൊല്ലം യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അഡീഷണലി എന്താ കുറച്ച് ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അത് ചിലപ്പോൾ എല്ലാം യൂസ് ചെയ്യണമെന്നില്ല. എന്താ ക്ലോസിങ് സ്റ്റോക്ക് അവിടെ വരാം അല്ലേ, കുറച്ച് അൺയൂസ്ഡ് ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. അപ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ടത് എത്രയാണോ ഈ കൊല്ലം കൺസ്യൂം ചെയ്തതെന്നുള്ളതാണ്. ഓക്കെ, വൈ? ബിക്കോസ് നമ്മൾ അൾട്ടിമേറ്റ്ലി സെയിൽസ് എന്ന് പറയുന്നത്, ഓക്കെ, ആ സെയിൽ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് എന്താ, എത്രയാണോ യൂണിറ്റ്സ് സോൾഡ് മൾട്ടിപ്ലൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ആ യൂണിറ്റ്സ് സോൾഡിൻ്റെ കോസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആയിട്ട് അല്ലാതെ കിടക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ, നമ്മൾ ഈക്വൽ കോസ്റ്റ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അല്ലേ, ഈ സെല് ചെയ്ത ഗുഡ്സിൻ്റെ കോസ്റ്റ് ആയിട്ടല്ലല്ലോ അത് വരുന്നത്. ഓക്കെ, സോ എന്താ വരുന്നത്, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യണം. ഓക്കെ, സോ ഡയറക്റ്റ് മെറ്റീരിയലിൽ ഞാൻ ഒരു ബിറ്റ് ഡീറ്റെയിൽഡ് പ്രസൻറ്റേഷൻ ഞാൻ എഴുതാണ്. ഓക്കെ, സോ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. Okay, mostly will be given in the question. Then I am going to add what I purchased during the year. Okay,
ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, നൗ പർച്ചേസിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യനിൽ വേറെയും കുറച്ച് ഐറ്റംസ് തരാം. ഫോർ എക്സാമ്പിൾ ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, ഓക്കെ, അല്ലെങ്കിൽ GST, അങ്ങനെ പർച്ചേസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പെൻസ് തരാം. ഓക്കെ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണോ എക്സ്ക്ലൂഡ് ചെയ്യണോ എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ AS2 പഠിച്ചല്ലേ, വാല്യൂവേഷൻ ഓഫ് ഇൻവെൻട്രീസിൽ റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുമ്പോൾ വാട്ട് ആൻഡ് ഓൾ കോസ്റ്റ് വി ഹാവ് ഇൻകേർഡ് ടു ബ്രിങ് ദ റോ മെറ്റീരിയൽ ഇൻ ടു പ്രസൻറ്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ. ഓക്കെ, ആ ഒരു ഇതുവരെയുള്ള കോസ്റ്റ് എല്ലാം എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ, റൈറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാരേജ് ഇൻവേർഡ് വരികയാണ്. ഇപ്പോൾ നമ്മൾ സപ്ലയറിൻ്റെ പ്രിമൈസസിന്ന് നമ്മുടെ പ്രിമൈസസിലോട്ട് ഈ ഗുഡ്സ് കൊണ്ടുവരാണല്ലേ. ഇതിന് വരുന്ന ഫ്രൈറ്റ് ചാർജസ് ഓട്ടോമാറ്റിക്കലി എന്താ, ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഓക്കെ, സോ ക്യാരേജ് ഇൻവേർഡ് അതുപോലത്തെ എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു add it to the cost of the raw material. Okay, right. So I am writing one more line item, add direct charges related to raw material. Okay, right. അപ്പോൾ ഫോർ എക്സാമ്പിൾ അനദർ ക്വസ്റ്റ്യൻ GST നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാരണം നമ്മൾ പർച്ചേസ് ബില്ലിൽ തന്നെ കാണാം അല്ലേ, ബേസിക് ഇത്രയാണ്, അതിൻ്റെ അപ്പോൾ GST ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ GST എന്താണ്, വെദർ ഇറ്റ് ഈസ് എ റീഫണ്ടബിൾ ഓർ നോൺ റീഫണ്ടബിൾ ടാക്സ് എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, റീഫണ്ടബിൾ ആണെങ്കിൽ എന്താ, നമുക്ക് ഒരിക്കലും ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അഗെയിൻ ഇതെല്ലാം AS2 വരുന്ന ഐറ്റംസ് ആണ് അല്ലേ, റൈറ്റ്. അപ്പോൾ GST പറയുന്നത് റീഫണ്ടബിൾ ആണ്, കാരണം എന്താ, ഔട്ട്പുട്ട് ടാക്സിൻ്റെ ഒപ്പം എനിക്ക് എന്താ ഈ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം അല്ലേ. അപ്പോൾ ക്ലെയിം ചെയ്യുമ്പോൾ എന്താ, ഇത് ഇറ്റ് ഇസ് സബ്സിക്വൻ്റ്ലി റീഫണ്ടബിൾ, റൈറ്റ്. സോ GSTൻ്റെ കേസിലാണെങ്കിൽ അത് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതല്ലാതെ വരുന്ന വേറെ എന്തെങ്കിലും ടാക്സ് അത് നോൺ റീഫണ്ടബിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെന്നെങ്കിൽ we have to add that here also. Okay, right. അതാണ് ഈ direct charges related to raw material. Okay, now finally what we have to do, less closing stock of raw material. Okay, hope you are understanding. So first we will be beginning with opening, then we will be purchasing, right. അത് ആഡ് ചെയ്യുക, direct charges related to raw material, carriage inward, non-refundable taxes എന്തെങ്കിലും ഉണ്ടെങ്കിൽ, and finally reduce the closing stock. Okay, right. So we will be getting one thing called raw material consumed. Okay, this is the final answer. Okay, അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയലിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, വി ഹാവ് ടു ഡു ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, then as we know, next we will have to move on to direct labor. Okay, direct labor കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാറില്ല, ചില സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ്ങോ പ്രീപെയ്ഡോ അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രൊസീജിയർ, ഇപ്പോൾ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എന്താ, അത് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതേപോലെ പ്രീപെയ്ഡ് വരികയാണെങ്കിലും സെയിം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, സോ അതേ അതിൽ വരാനുള്ളൂ. സോ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ഗിവൺ ഡയറക്ട്ലി. ഓക്കെ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് വരാം അല്ലേ. ഇപ്പം നമ്മൾ പവർ ആൻഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞു അല്ലേ, വാട്ടർ ആൻഡ് ഓൾ, ഇപ്പോൾ റോയൽറ്റി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഉണ്ടാവാം. അങ്ങനെ ഡയറക്റ്റായിട്ട് വരുന്ന എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് കോൾഡ് പ്രൈം കോസ്റ്റ്. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് കോസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഇനി എന്താ, നമുക്ക് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് കോസ്റ്റിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, ഫാക്ടറി കോസ്റ്റ് ആണ്. ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡ്സ് ആണ്. So I am going to write add factory overheads. ഓക്കെ, അതായത് ഫാക്ടറിയിൽ റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ അതെല്ലാം നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി ഓഫ് സൂപ്പർവൈസർ എന്ന് വയ്ക്കാം. ഓക്കെ, സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരാളെന്താ, ഈ ഡയറക്റ്റ് ലേബറിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ ഡയറക്റ്റ് ലേബറിന് നമ്മൾ എന്താ പ്രൈം കോസ്റ്റിൽ ഭാഗമാവും അല്ലേ. സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്, ഹീ ഈസ് ജസ്റ്റ് സൂപ്പർവൈസിങ് ദീസ് ഡയറക്റ്റ് ലേബർ. ഓക്കെ, സോ ഹിസ് സാലറി ഈസ് ആക്ച്വലി ഇൻഡയറക്റ്റ് ലേബർ. ഓക്കെ, പക്ഷേ ആൾ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിലാണ്, അപ്പോൾ എന്താ ഫാക്ടറി ഓവർ ഹെഡ്സിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്യും. ഓക്കെ, റൈറ്റ്. സോ യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് കോൾഡ് ഫാക്ടറി കോസ്റ്റ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ. പക്ഷേ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ആസ് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, റൈറ്റ്. വൈ വി ആർ റൈറ്റിംഗ് ഗ്രോസ്, ദെൻ വി വിൽ ഹാവ് ടു ഫൈൻഡ് സംതിങ് കോൾഡ് നെറ്റ് അല്ലേ, റൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പറയുകയാണ്, ഓപ്പണിംഗ് WIP ആൻഡ് ക്ലോസിംഗ് WIP ഐ എം അഡ്ജസ്റ്റിംഗ്. I am just adding opening WIP and reducing closing WIP here. Okay, so you got prime cost, അതിൻ്റെ ഒപ്പം ഞാൻ ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്തു. സോ ഐ എം റൈറ്റിംഗ് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ദെൻ ഐ എം ഗോയിങ് ടു അഡ്ജസ്റ്റ് വാട്ട്, ഓപ്പണിംഗ് WIP and I am reducing
closing WIP. Okay, are you understanding? Right. Why we should do this? Okay. Again, നമ്മൾ മുന്നത്തെ ഡിസ്കഷനിലും പറഞ്ഞു അല്ലേ, നമ്മൾ അൾട്ടിമേറ്റ്ലി സെയിൽസ് എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ യൂണിറ്റ് സോൾഡ് ആണ്. ഓക്കെ റൈറ്റ്. അപ്പോൾ ആ യൂണിറ്റ് സോൾഡിൻ്റെ സെയിൽസ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ യൂണിറ്റ് സോൾഡിൻ്റെ കോസ്റ്റാണ് ഞാൻ എടുക്കേണ്ടത് അല്ലേ, റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫാക്ടറിയിൽ ഇപ്പോൾ ഓപ്പണിങ് കുറച്ച് അൺഫിനിഷ്ഡ് ആയിട്ടുണ്ടാവും അല്ലെ, സെമി ഫിനിഷ്ഡ് ആയിട്ടുണ്ടാവും. അത് ഞാൻ ഇക്കൊല്ലം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, പക്ഷേ ക്ലോസിങ് WIP ഉണ്ട് അല്ലേ. അതെന്താ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 28 മാർച്ചിന് നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പക്ഷെ അത് ചിലപ്പോൾ തീരുന്നില്ല, 31 മാർച്ച് ആകുമ്പോൾ തീരുന്നില്ല. ഓക്കെ, സോ അതിനാണ് ഇപ്പോൾ ക്ലോസിങ് WIP പറയുന്നത്. ഓക്കെ, സോ അത് എന്താ, നെക്സ്റ്റ് കൊല്ലമാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എനിക്ക് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ക്ലോസിങ് WIP മൈനസ് ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്. So once you do this stock adjustment, now you will be getting net factory cost. Okay, right. Hope you are understanding. So gross factory cost നമുക്ക് കിട്ടി. അതിൻ്റെ ഒപ്പം ഞാൻ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ഓക്കെ, ഐ എം ഗെറ്റിംഗ് നെറ്റ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ റൈറ്റ്. സോ അപ്പോൾ നമ്മളിപ്പോൾ പ്രൈം കോസ്റ്റ് പഠിച്ചു, ദെൻ ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് എങ്ങനെയാണ് പഠിച്ചു. Now net factory cost also. Okay, so net factory കോസ്റ്റിൻ്റെ ഒപ്പം നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് നമ്മൾ എന്താ, പ്രൊഡക്ഷൻ റിലേറ്റഡ് അഡ്മിൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ, റൈറ്റ്. സോ ഐ എം ഗോയിങ് ടു ആഡ് അഡ്മിൻ ഓവർ ഹെഡ്സ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരാറ്. സോ ആസ് ഐ ടോൾഡ് യു, one aspect is quality control cost. Okay, right, quality control ഉള്ളത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ വരുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. അതും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണെങ്കിൽ മാത്രം നമ്മളിവിടെ എടുത്താൽ മതി. ഓക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ റിലേറ്റഡ്. ഓക്കെ, ദെൻ പാക്കിംഗ് കോസ്റ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വി വിൽ ബി ആഡിങ് പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് ഓൺലി. ഓക്കെ റൈറ്റ്. അപ്പോൾ നമുക്കറിയാം പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് ഉണ്ട്, സെക്കൻഡറി ഉണ്ട് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കൊക്കോകോളയുടെ ബോട്ടിലാണെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഒരു ബോട്ടിൽ എന്നുള്ളത് പ്രൈമറി ആയിട്ട് നമുക്ക് റിക്വയർ ചെയ്യുന്ന ഇതാണ് അല്ലേ, അതില്ലാതെ നമുക്ക് ഒരിക്കലും സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രൈമറി കോസ്റ്റിലാണ്, പ്രൈമറി പാക്കിംഗ് ആണ്. ഓക്കെ, പക്ഷേ ഈ കൊക്കോകോള തന്നെ നമ്മളിപ്പോൾ ഒരു വേറൊരു ഹോൾസെയിലർക്കോ റീറ്റെയിലർക്കോ സെല് ചെയ്യുമ്പോൾ നമ്മളൊരു കാർട്ടൺ ബോക്സിലായിട്ടായിരിക്കും സെല് ചെയ്യുന്നത് അല്ലേ, റൈറ്റ്. അതിനെ പറയുന്ന സെക്കൻഡറി പാക്കിംഗ് ആണ്. ഓക്കെ, സോ പ്രൈമറി കോസ്റ്റ് നമ്മളെന്താ, അത് എന്താ, ഇറ്റ് ഈസ് റിക്വയർഡ് അല്ലേ, റൈറ്റ്. ഇപ്പോൾ എനിക്ക് കൊക്കോകോള ഒരിക്കലും ആ ബോട്ടിൽ ഇല്ലാതെ സെല് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് കോൾഡ് പ്രൈമറി പാക്കിംഗ്. അത് പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡറി പാക്കിംഗ്, ഇപ്പോൾ കാർട്ടൺ ബോക്സിൻ്റെ കേസ് പറഞ്ഞാൽ സെക്കൻഡറി പാക്കിംഗ് ആണെങ്കിൽ നമ്മളെവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്. സോ ഐ ടോൾഡ് യു ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, പാക്കിംഗ് കോസ്റ്റ്. ഓക്കെ, ദെൻ എനി അതർ അഡ്മിൻ കോസ്റ്റ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. എനി അതർ തിങ് ദേ ആർ ടെല്ലിംഗ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ വി ക്യാൻ ആഡ്. ഓക്കെ, then one more thing we have to adjust here is cost of recoveries. Okay, what is this cost of recoveries? അപ്പോൾ ചില സമയത്ത് നമുക്കിപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സ്ക്രാപ്പൊക്കെ ജനറേറ്റ് ചെയ്യാം അല്ലേ, റൈറ്റ്. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്ത് കാണും, അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്താ ചിലപ്പോൾ എന്തെങ്കിലും ഐറ്റം വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷുഗർ കെയിൻ മാനുഫാക്ചറിങ് ആണ്, അപ്പോൾ നമ്മൾ ഷുഗർ കെയിൻ വന്ന് നമ്മൾ പ്രോസസ്സിലോട്ട് ഇടുന്നു. ഓക്കെ, അതിൻ്റെ ബാക്കിയായിട്ട്, അത് ക്രഷ്ഡ് ഷുഗർ കെയിനിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് മൊളാസസ് ഉണ്ടാവും അല്ലേ. ആ മൊളാസസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്ക്രാപ്പ് സെയിലായിട്ട് സെല് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും റിക്കവറീസ്, അങ്ങനെ എന്തെങ്കിലും ഇൻകം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് കോസ്റ്റ് ഓഫ് റിക്കവറീസ്. ഓക്കെ റൈറ്റ്. സോ ഇത്രയും ഐറ്റംസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് വി വിൽ ബി ഫൈനലി ഗെറ്റിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, സോ one thing is quality control, that is a positive figure, then research and development related to production, then primary packing, then any other admin overheads related to production, and finally we have to reduce cost of recoveries. Okay, so ഇത്രയും ഐറ്റംസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ അപ്പം നെറ്റ് ഫാക്ടറി കോസ്റ്റ് നമുക്ക് കിട്ടിയിരുന്നു, അതിൻ്റെ ഒപ്പം ഈ നെറ്റ് ഫിഗർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Okay, so that is another cost we are getting,
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ പറഞ്ഞു അല്ലേ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് closing stock of finished goods. Okay, so you will be getting something called cost of goods sold, right? Okay, so എന്തിനാണ് ഈ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിവിടെ ചെയ്യുന്നത്? ഓക്കെ, അഗെയിൻ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു സെയിൽസ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് സോൾഡിൻ്റെ ആണ് അല്ലേ. അൾട്ടിമേറ്റ്ലി എത്ര യൂണിറ്റ്സ് നമ്മൾ വിറ്റു അത് മൾട്ടിപ്ലൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ്, അതിലോട്ടാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി എത്തുന്നത്. ഓക്കെ, സോ ആ സെയിൽസ് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ആ വിറ്റ യൂണിറ്റ്സിൻ്റെ കോസ്റ്റാണ് നമുക്ക് ഈക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും, അത് നമ്മൾ എന്താ ഈക്വലൻ സെല് ചെയ്തായിരിക്കും. ഓക്കെ, മോസ്റ്റ്ലി അതാണ് നമ്മൾ സംഭവിക്കുക അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ലാസ്റ്റ് പീരീഡിന് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സെല് ചെയ്യാൻ നോക്കുന്നത് അല്ലേ. പിന്നെ ഈ ഡ്യൂറിങ് ദ പീരീഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്തായിരിക്കും മിക്കവാറും എവിടെ കിടക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കിടക്കുന്നത്. ഓക്കെ, അത് ആക്ച്വലി നമ്മൾ വിറ്റിട്ടില്ല അല്ലേ, അത് നെക്സ്റ്റ് പീരീഡിലാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതെന്താ ഇവിടെ എടുക്കേണ്ട കാര്യമില്ല, കാരണം അതൊരിക്കലും വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ് അല്ലല്ലോ. ഓക്കെ, സോ അതെന്ത് ചെയ്യാം, ഐ ഹാവ് ടു മൈനസ് ദാറ്റ്. ഓക്കെ, റൈറ്റ്. സോ അപ്പോൾ അൾട്ടിമേറ്റ്ലി ഐ വിൽ ബി ഗെറ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, റൈറ്റ്. നോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഒപ്പം ഇനി നമുക്ക് ഫൈനലി വരുന്ന രണ്ട് ഐറ്റമാണ് അല്ലേ, അഡ്മിൻ ഓവർഹെഡ്സും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സും. ഓക്കെ, സോ അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാൻ പോകണം. അഡ്മിൻ ഓവർഹെഡ്സ് ജനറൽ. ഓക്കെ, റൈറ്റ്. പ്രൊഡക്ഷൻ റിലേറ്റഡ് നമ്മൾ ഓൾറെഡി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കവറായി, ഇനി ജനറലാണ്. ഓക്കെ, റൈറ്റ്. ദെൻ സെല്ലിംഗ് കോസ്റ്റ്. ഓക്കെ, വാട്ട് ആൻഡ് ഓൾ സെല്ലിംഗ് കോസ്റ്റ് ഇസ് ദർ, ദെൻ യു ക്യാൻ ഡു. ദെൻ ഇപ്പോൾ പറഞ്ഞ പോലെ സെക്കൻഡറി പാക്കിംഗ് നമുക്ക് എവിടെ കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഓക്കെ, ഇത്രയും ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഓൾ അതർ കോസ്റ്റ്. ഓക്കെ, സോ വിൽ ബി ഗെറ്റിംഗ് എ ടോട്ടൽ. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നിന്ന് അഡ്മിൻ ഓവർഹെഡ്സും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് സംതിങ് കോൾഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, റൈറ്റ്. സോ വിൽ ബി ഗെറ്റിംഗ് എ ഫിഗർ ലൈക്ക് ദാറ്റ്. ഓക്കെ, റൈറ്റ്. സോ ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് പറയുന്നത് തന്നെയാണ് എന്താ, ഈ വിറ്റ് ഗുഡ്സിൻ്റെ കോസ്റ്റ് പറയുന്ന, ടോട്ടൽ കോസ്റ്റ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ വിൽ ബി ആഡിങ് ദ പ്രോഫിറ്റ്, then we will be getting the sales. Okay, so this is the detailed format of a cost sheet. Okay, right. So hope you understood. സോ നമ്മളൊരു ആദ്യം ബേസിക് ഫോമാറ്റ് നോക്കി, ഇപ്പം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോമാറ്റ് നോക്കി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ കോസ്റ്റ് ഷീറ്റിൻ്റെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇൻ്റർമീഡിയറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. May 2023 എക്സാംസിന് 10 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദർ. ഓക്കെ, നൗ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ. The following information is available from SN Manufacturing Limited for the month of April 2023. Okay, ഒരു പർട്ടിക്കുലർ മന്തിൻ്റെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നൗ 3 columns ഉണ്ട്. Particulars April 1 and April 30 they have given. Okay, then opening stock and closing inventory data they have given. Okay, അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ 2500 യൂണിറ്റ്സ് ഉണ്ട്, ബിഗിനിങ്ങിലുണ്ട്. ക്ലോസിങ്ങിൽ എത്രയാണെന്നുള്ളത് അൺനോൺ ആണ്, വിൽ ഫൈൻഡ് ഔട്ട്. ഓക്കെ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, റുപ്പീസിലാണ് 42,500, 38,600. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും തന്നിട്ടുണ്ട്. വർക്കിംഗ് പ്രോഗ്രസ്സും അതേപോലെ തന്നെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വാല്യൂ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അതർ ഡാറ്റ, റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ എവിടെയാണ് നമ്മളത് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലേ, RM കൺസ്യൂംഡിലാണ് നമ്മളത് എടുക്കുക. ഓക്കെ, ഓക്കെ, ദെൻ കാരേജ് ഇൻവേർഡ് ഉണ്ട്. ഓക്കെ, എഗെയിൻ എവിടെയാണ്, റോ മെറ്റീരിയൽ കൺസ്യൂംഡിൽ നമ്മളത് കൺസിഡർ ചെയ്യണം അല്ലേ, കാരണം നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ചാർജസ് റിലേറ്റഡ് ടു പർച്ചേസ് ഓഫ് ഇൻവെൻട്രി നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ആഡ് ഇറ്റ്. ഓക്കെ, ദെൻ ഡയറക്റ്റ് വേജസ് പെയ്ഡ് തന്നിട്ടുണ്ട് അല്ലേ, റൈറ്റ്. അതെവിടെയാണ് നമുക്കറിയാം, അത് ഡയറക്റ്റ് വേജസ് പറയുമ്പോൾ എന്തിൻ്റെ ഭാഗമാണ്, ഡയറക്റ്റ് ലേബറാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ പെയ്ഡ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ എവിടെയെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് കൂടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് എഴുതാൻ. ഓക്കെ, ദെൻ റോയൽറ്റി പെയ്ഡ് ഫോർ പ്രൊഡക്ഷൻ. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ റോയൽറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ പ്ലാൻ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വേറെ ആളായിരിക്കും അല്ലേ, അവർക്ക് വന്ന് നമ്മൾ ഓരോ യൂണിറ്റ്സിന് നമ്മൾ റോയൽറ്റി പേ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ ഇൻ ദോസ് കേസസ് വി വിൽ ഹാവ് ടു പേ റോയൽറ്റി ടു ദം. സോ അത് എവിടെ നമുക്ക് ചെയ്യാം,
ഓക്കെ, അപ്പോൾ ഇത് എന്താ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്ട്ലി ട്രേസബിൾ ആണല്ലേ, റൈറ്റ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അത് ഡയറക്റ്റ് എക്സ്പെൻസിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. ദെൻ പർച്ചേസ് ഓഫ് സ്പെഷ്യൽ ഡിസൈൻസ്, മൗൾഡ്സ് ആൻഡ് പാറ്റേൺസ്, എസ്റ്റിമേറ്റഡ് ലൈഫ് ഇസ് 12 പ്രൊഡക്ഷൻ സൈക്കിൾസ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി ഡിസൈൻസും മൗൾഡൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് കോസ്റ്റിംഗ് 1,53,600. പക്ഷേ അതിനൊരു എസ്റ്റിമേറ്റഡ് ലൈഫ് വരുന്നുണ്ടല്ലേ. ജസ്റ്റ് ലൈക്ക് നമ്മളൊരു അസറ്റ്, PPE അസറ്റൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പറയുമല്ലോ ഇത്രയാണ് കോസ്റ്റ്, എത്ര യൂസ്ഫുൾ ലൈഫ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, സോ 12 പ്രൊഡക്ഷൻ സൈക്കിൾസിനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ഈ മന്ത് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് 1,53,600 ടോട്ടൽ കോസ്റ്റ് ഈസ് ഗിവൺ. എത്ര പ്രൊഡക്ഷൻ സൈക്കിൾസിലായിട്ടാണ്? 12 പ്രൊഡക്ഷൻ സൈക്കിൾ ഉണ്ട്. ഓക്കെ, റൈറ്റ്. സോ വിൽ സി ഹൗ വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഇത് എവിടെയാണ് വരേണ്ടത്? ഫസ്റ്റ് ഹെഡ് എവിടെയാണ് വരേണ്ടത്? ഓക്കെ, സോ ദിസ് ഈസ് അഗെയിൻ കമ്മിങ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് ഓൺലി. ഓക്കെ, റൈറ്റ്. ദെൻ പവർ, ഫ്യൂവൽ ആൻഡ് haulage. Okay, so it is relating to factory. Power and fuel ആണ്. Okay, you can show it under direct expenses. Okay, right. Then research and development costs. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്താ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേഷനിലോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? R&D ആഡ് ചെയ്യണം അല്ലേ. സോ ആഡ് ഇറ്റ് വിത്ത് നെറ്റ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലോട്ട് കിട്ടാനുള്ളതാണ്. ഓക്കെ, ദെൻ പ്രൈമറി കോസ്റ്റും എന്ത് ചെയ്യണം? സെയിം, ആഡ് ഇറ്റ് വിത്ത് നെറ്റ് ഫാക്ടറി കോസ്റ്റ്. ദെൻ അഡ്മിൻ ഓവർ ഹെഡ് ജനറലി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വേറെ സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ എവിടെ നമുക്ക് ആഡ് ചെയ്യാം? ഫൈനലി നമ്മൾ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അഡ്മിൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, റൈറ്റ്. സോ ആഡ് ഇറ്റ് വിത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ആഡ് ഇറ്റ് വിത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ സാലറി ആൻഡ് വേജസ് ഓഫ് സൂപ്പർവൈസർ ആൻഡ് ഫോർമെൻ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഫോർമെൻ, സൂപ്പർവൈസർ എന്നൊക്കെ പറയുന്നത് ഫാക്ടറിയിൽ വരുന്ന സൂപ്പർവൈസേഴ്സ് ആയിരിക്കും അല്ലേ. അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുമ്പോൾ എഗെയിൻ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് അല്ലേ, നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞു. അപ്പോൾ ആ ഇൻഡയറക്റ്റ് കോസ്റ്റ് എവിടെയാണ് വരുന്നത്? കൂടുതലും ഫാക്ടറി ഓവർ ഹെഡ്സിലാണ് വരിക. ഓക്കെ, സോ ഫാക്ടറി ഓവർ ഹെഡ്സിലാണ് നമ്മളത് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. ദെൻ അതർ ഇൻഫർമേഷൻ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് ടു ബി വാല്യൂഡ് അറ്റ് 8.05 per unit. ഓക്കെ, റൈറ്റ്. സോ അത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വീൽ ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 8.05. ദെൻ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ 1,52,000 യൂണിറ്റ്സ് were produced. ഓക്കെ, ആൻഡ് 1,52,600 were sold. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ്. അതല്ലാതെ ഇക്കൊല്ലം ഞാൻ 1,52,000 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ സോൾഡ് ഇറ്റ് 1,52,600 യൂണിറ്റ്സ് ഞാൻ സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് ടു ബി വാല്യൂഡ് അറ്റ് ദ റെലവൻറ്റ് മന്ത്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, കാരണം നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ലായിരുന്നു അല്ലേ, റൈറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അതപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്? ഇറ്റ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് ദ റെലവൻറ്റ് മന്ത്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഒരു മന്തിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കമ്പനി ഫോളോസ് FIFO മെത്തേഡ്, വിച്ച് മീൻസ് കഴിഞ്ഞ കൊല്ലം നമ്മൾ മാനുഫാക്ചർ ചെയ്തിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത് മാനുഫാക്ചർ ചെയ്തിരുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സെല്ല് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ മന്ത് മാനുഫാക്ചർ ചെയ്തതായിരിക്കും എവിടെ നിൽക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, റൈറ്റ്. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ടു ബി ചാർജ് 20 പൈസ per unit. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട എത്ര യൂണിറ്റ്സിനോട്ടാണ്? അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. 1,52,000 വെച്ച് ചെയ്യണോ അത് 1,52,600 വെച്ച് ചെയ്യണോ? ഓക്കെ, സോ സിൻസ് ഇറ്റ് ഇസ് എ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഏതായിട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്? 1,52,600. എത്ര യൂണിറ്റ്സ് സെല് ചെയ്തു അതിനായിരിക്കും ഇത്രയും 20 പൈസ ഇൻകർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ അസ്യൂം 1 പ്രൊഡക്ഷൻ സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ് ഇൻ 1 month. ഓക്കെ, ഈ ഡാറ്റ എന്തിനായിരിക്കും തരുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ പർച്ചേസ് ഓഫ് സ്പെഷ്യൽ ഡിസൈൻ ഉണ്ട്, 1,53,600 ഇൻകർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് 12 പ്രൊഡക്ഷൻ സൈക്കിൾസ് ആയിട്ടാണ്. അപ്പോൾ എന്താ, ഒരു മാസം ഒരു പ്രൊഡക്ഷൻ സൈക്കിളായിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഏപ്രിൽ മന്തിൻ്റെ വേണമെങ്കിൽ എന്താ, ദിസ് ഡിവൈഡഡ് ബൈ 12, 1,53,600 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസത്തെ കിട്ടും. ഓക്കെ, കാരണം ഒരു മാസമാണ് ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. Now what is the requirement? Prepare a cost sheet for the month ended April 30 showing the various elements of cost. Okay, അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, എന്താണ് പ്രൈം കോസ്റ്റ്, വാട്ട് ഈസ് ഫാക്ടറി കോസ്റ്റ്, വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, ആൻഡ് വൺ മോർ റിക്വയർമെൻറ്റ് they are telling, calculate the selling price. Okay, selling price per unit also. Okay, if the profit is charged 20% on sales. Okay, right. അപ്പോൾ പ്രോഫിറ്റും സെയിൽസും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ
Hope you understood the question, okay, and its requirement, okay. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം, ഓക്കെ റൈറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഫസ്റ്റ് വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഐറ്റം ഡയറക്റ്റ് മെറ്റീരിയലാണ്, ഓക്കെ റൈറ്റ്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ ഐ എം റൈറ്റിംഗ് ദ ഹെഡിങ്, ഓക്കെ. അതിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ആഡ് ചെയ്യണം, എന്തെങ്കിലും ഡയറക്റ്റ് ചാർജസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം, ഓക്കെ. സോ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിംഗ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. Right, so it is given in the question itself, stock of raw material opening എന്ന് പറയുന്ന 42,500 ആണ്, okay right, just write that. Then add purchase of raw material, okay, അതും ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് അല്ലേ, എത്രയാണ്? 6,95,000, okay. Then add any direct charges related to പർച്ചേസ്, ഓക്കെ. ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് ചാർജസ് എന്ന് പറയുന്നത് എന്താ? ക്യാരേജ് ഇൻവേർഡ് ആണ് അല്ലേ, റൈറ്റ്. വേറെ ടാക്സസോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ആ ക്യാരേജ് ഇൻവേർഡ് മാത്രം നമുക്ക് ആഡ് ചെയ്യാം, ഓക്കെ. സോ ആഡ് ക്യാരേജ് ഇൻവേർഡ് 36,200, ഓക്കെ. ദെൻ ഫൈനലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, റൈറ്റ്. സോ അതൊരു നെഗറ്റീവ് ഫിഗറായിട്ട് തന്നെ എഴുതുന്നത്, മൈനസ് ആയതുകൊണ്ട്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അഗെയിൻ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ എത്രയാണ്? 38,600, ഓക്കെ റൈറ്റ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്, ഓക്കെ റൈറ്റ്. സോ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട് ഇസ്, ഓക്കെ, 7,35,100 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്, ഓക്കെ. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഓൾസോ, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഓക്കെ റൈറ്റ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ക്യാരേജ് ഇൻവേർഡ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. Hope you are getting 7,35,100, okay. Now next our duty is to write direct labor അല്ലേ, റൈറ്റ്. ഡയറക്റ്റ് ലേബർ ആകെ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ, അതായത് ഡയറക്റ്റ് വേജസ് പെയ്ഡ് മാത്രമേ ഉള്ളൂ, ഓക്കെ. പെയ്ഡ് ആണ്, പക്ഷേ ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, അപ്പോൾ എന്താ അത് തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്, ഓക്കെ. സോ യു ക്യാൻ ജസ്റ്റ് ടേക്ക് ആൻഡ് കോപ്പി പേസ്റ്റ് ദാറ്റ് എമൗണ്ട് ഇറ്റ് സെൽഫ്, 3,22,800, ഓക്കെ റൈറ്റ്. ഇനി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, ഓക്കെ അല്ലേ. ഡയറക്റ്റ് എക്സ്പെൻസസിൽ എന്തൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്? യെസ്, വൺ തിങ് ഇസ് റോയൽറ്റി പെയ്ഡ് ഫോർ പ്രൊഡക്ഷൻ, ഓക്കെ. യെസ്, ഇന്നർ കോളത്തിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, 35,800 ആണ്, ഓക്കെ. ദെൻ നമ്മൾ പറഞ്ഞു പർച്ചേസ് ഓഫ് സ്പെഷ്യൽ ഡിസൈൻസ് മൗൾഡ് പാറ്റേൺ ഒക്കെ ഉണ്ട്, ഓക്കെ. അതിൻ്റെ മൊത്തം കോസ്റ്റ് എത്രയാണ്? 1,53,600 ആണ്, പക്ഷേ ഇറ്റ് ഷുഡ് ബി അമോർട്ടൈസ്ഡ് ഓവർ 12 പ്രൊഡക്ഷൻ സൈക്കിൾസ്, ഓക്കെ. അപ്പോൾ ഒരു മാസമാണ് ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ, അപ്പോൾ 12 മാസമായിട്ടായിരിക്കും നമ്മൾ ഈ 1,53,600 നമ്മൾ അമോർട്ടൈസ് ചെയ്യുന്നത്, ഓക്കെ റൈറ്റ്. അപ്പോൾ ഈ ഒരു മന്ത് ഏപ്രിൽ മന്തിൽ നമുക്ക് എത്രയാണ് വേണ്ടത്? 1,53,600 ഡിവൈഡഡ് ബൈ 12, ഓക്കെ. സോ കോസ്റ്റ് ഓഫ്, യു ക്യാൻ റൈറ്റ് സ്പെഷ്യൽ ഡിസൈൻസ് മൗൾഡ്സ് എക്സെട്ര, ഓക്കെ റൈറ്റ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? യു ക്യാൻ കാൽക്കുലേറ്റ് 1,53,600 ഡിവൈഡഡ് ബൈ 12, ഓക്കെ റൈറ്റ്. സോ 12,800, ഓക്കെ. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്തായിരുന്നു? യെസ്, പവർ, ഫ്യുവൽ, ഓക്കെ. ഇതൊക്കെ പ്രൊഡക്ഷനായിട്ട് റിലേറ്റഡ് ആണ്, ഡയറക്റ്റ് ആണ്, ഓക്കെ. പവർ, ഫ്യുവൽ എക്സെട്ര, യെസ്. യു ക്യാൻ റൈറ്റ് 70,600, ഓക്കെ, ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ അത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഓക്കെ, 1,19,200 ആണ് നമുക്ക് ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത്, ഓക്കെ റൈറ്റ്. നൗ സോ നമുക്ക് 3 ഐറ്റം കിട്ടി അല്ലേ, ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടി, ഡയറക്റ്റ് ലേബർ കിട്ടി, ഡയറക്റ്റ് എക്സ്പെൻസ് കിട്ടി. സോ വാട്ട് വിൽ ഫൈൻഡ് ഔട്ട് നെക്സ്റ്റ്? വിൽ ബി റൈറ്റിംഗ് പ്രൈം കോസ്റ്റ്, ഓക്കെ. സോ പ്രൈം കോസ്റ്റ് പറയുന്നത് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. സോ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് 11,77,100, ഓക്കെ. ഇതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ. സോ നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ട? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, ഓവർ ഹെഡ്സ് ആണ് അല്ലേ. ഓവർ ഹെഡ്സിന് എന്താണ് ഫസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഫാക്ടറി ഓവർ ഹെഡ്സ് ആണ്, ഓക്കെ. സോ ഐ വിൽ ബി റൈറ്റിംഗ് ഫാക്ടറി ഓവർ ഹെഡ്സ്, റൈറ്റ്. സോ അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ്സ് ആയിട്ട് ഐ തിങ്ക് നമുക്ക് ഒരു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, സാലറി ആൻഡ് വേജസ് ഓഫ് സൂപ്പർവൈസറും ഫോർമാനും, ഓക്കെ. സോ ജസ്റ്റ് മെൻഷൻ ദാറ്റ് സാലറി ഓഫ് സൂപ്പർവൈസർ ആൻഡ് ഫോർമാൻ, ഓക്കെ റൈറ്റ്. സോ ഓൺലി വൺ ഐറ്റം ഇസ് ദർ, ആ 28,000 ആഡ് ചെയ്യാം, ഓക്കെ. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഫാക്ടറി കോസ്റ്റ് ആണോ അതോ
എന്താ എഴുതണ്ടേ? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് വി ഷുഡ് റൈറ്റ്. ഓക്കെ, ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്, ബിക്കോസ് നമ്മളെന്താ വർക്കിംഗ് പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്താലേ നെറ്റ് ഫാക്ടറി കോസ്റ്റിലോട്ട് വരുള്ളൂ. ഓക്കെ റൈറ്റ്. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 12,05,100 വരുന്നുണ്ട്. ഓക്കെ റൈറ്റ്. സോ യു ഗോട്ട് ദ ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് ആസ് 12,05,100. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് WIPൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം എപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ വെച്ചാൽ ഏത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP ഓർ റോ മെറ്റീരിയൽ ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് എന്നും ആഡ് ആണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ എന്നും മൈനസ് ആണ്. ഓക്കെ റൈറ്റ്. സോ ഐ എം റൈറ്റിംഗ് ഓപ്പണിംഗ് WIP കോസ്റ്റ്, ഓക്കെ, ലെസ് ക്ലോസിംഗ് WIP കോസ്റ്റ്. Right. So opening WIP, closing WIP already given. Just write it. Yes. So 42,500 aanale opening, and closing comes to 42,800. Right. So I'm just adding. So 12,05,100 ആയിരുന്നു. Add 42,500 minus. So you'll be getting നെറ്റ് ഫാക്ടറി കോസ്റ്റ്. സോ നമുക്ക് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടി 12,05,100. ഓക്കെ റൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഇനി നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? WIP നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. റൈറ്റ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആഡ് ഓപ്പണിംഗ് WIP ലെസ് ക്ലോസിംഗ് WIP. ഓക്കെ റൈറ്റ്. സോ ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് എപ്പോഴും കൺഫ്യൂഷൻ വേണ്ട. ഓപ്പണിംഗ് എപ്പോഴും ആഡ് ആയിരിക്കും, ക്ലോസിംഗ് എപ്പോഴും മൈനസ് ആയിരിക്കും. ഓക്കെ റൈറ്റ്. അതിപ്പോൾ റോ മെറ്റീരിയൽ ആണെങ്കിലും WIP ആണെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും എല്ലാത്തിനും ആഡ് ഓപ്പണിംഗ് ലെസ് ക്ലോസിംഗ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ റൈറ്റ്. അപ്പോൾ റോ മെറ്റീരിയൽ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ നമുക്കറിയാം 42,500 ആണ് ഓപ്പണിംഗ്, ദെൻ ക്ലോസിംഗ് ഈസ് 42,800. ഓക്കെ റൈറ്റ്. അപ്പോൾ അത് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഓക്കെ, ഹൗ മച്ച് യു ആർ ഗെറ്റിംഗ്? 12,05,100, add 42,500 minus 42,800. Hope you are getting 12,04,800. Okay. Okay. Right. അപ്പോൾ ഇനി നെക്സ്റ്റ് അവർ ഡ്യൂട്ടി ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താ കുറച്ച് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് ഐറ്റംസ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി കൺട്രോൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം അല്ലേ. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, ദെൻ അതർ അഡ്മിൻ കോസ്റ്റ് എനിത്തിങ് ഇസ് ദർ, ദെൻ പ്രൈമറി പാക്കേജിങ്, ദെൻ എന്തെങ്കിലും ക്രെഡിറ്റ് ഓഫ് റിക്കവറീസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. ഓക്കെ റൈറ്റ്. അപ്പോൾ ലെറ്റ് us see what and all are there in the question. ഓക്കെ യെസ്, ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഉണ്ട് അല്ലേ. റൈറ്റ്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദാറ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, ഓക്കെ, ഫോർ ഇംപ്രൂവിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. കണ്ടില്ല, അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് അമോർട്ടൈസ്ഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അമോർട്ടൈസ് ചെയ്തായിരിക്കും. ഓക്കെ, സോ 31,680. ഓക്കെ, ദെൻ വാട്ട് ആർ ദർ? പ്രൈമറി പാക്കിംഗ് ഇസ് ദർ. ഓക്കെ, അത് നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. റൈറ്റ്. സോ 6920. ഓക്കെ, എനിത്തിങ് എൽസ് ഇസ് ദർ. പിന്നുള്ള അഡ്മിനും ഇതാണ്, അത് നമുക്ക് വേറെ സ്റ്റേജിൽ ആഡ് ചെയ്യാം. ഓക്കെ റൈറ്റ്. സോ അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഹൗ മച്ച് യു ആർ ഗെറ്റിംഗ്? 38,600 യു വിൽ ബി ഗെറ്റിംഗ്. ഓക്കെ, സോ നെറ്റ് ഫാക്ടറി കോസ്റ്റിൻ്റെ ഒപ്പം ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, സോ ജസ്റ്റ് ആഡ് ഇറ്റ്. 12,04,800, 38,600. ഹോപ്പ് യു ആർ ഗെറ്റിംഗ് 12,43,400. ഓക്കെ റൈറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലോട്ട് പോകണം അല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യണം, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ചെയ്യണം. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, നൗ ഓപ്പണിംഗ് സ്റ്റോക്ക് എഗെയിൻ അവർ വാല്യൂ തന്നിട്ടില്ല, പക്ഷേ യൂണിറ്റ്സും തന്നിട്ടുണ്ട് അല്ലേ. എത്രയായിരുന്നു? 2,500 യൂണിറ്റ്സ് അതും തന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് ഗിവൺ വാട്ട് ഈസ് ദ വാല്യൂ പെർ യൂണിറ്റ് ഓൾസോ ഗിവൺ. ഓക്കെ, സോ ഇഫ് വി സിംപ്ലി മൾട്ടിപ്ലൈ വിൽ ബി ഗെറ്റിംഗ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ റൈറ്റ്. സോ ഹൗ ടു ഡു? 2,500 യൂണിറ്റ്സ് ആണ്. റൈറ്റ്. 8.05 ആണ് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് മൾട്ടിപ്ലൈ 20,125. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഓപ്പണിംഗ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ദേ ഹാവ് നോട്ട് ഗിവൺ
ദ ക്ലോസിങ് അല്ലേ, റൈറ്റ്. ക്ലോസിങ്ങിൻ്റെ യൂണിറ്റ്സ് തന്നിട്ടില്ല, വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ യൂണിറ്റ്സ് ഫസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം, റൈറ്റ്. വെരി സിമ്പിൾ. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? അപ്പോൾ ഓപ്പനിങ് വന്നിട്ട് എത്ര പറയുന്നുണ്ട്? 2500 യൂണിറ്റ്സ് ഉണ്ട്. ഇത് ലാസ്റ്റ് പീരീഡിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ ഒരു പീരീഡിലോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ദെൻ ആഡ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി ഇയർ, ഡ്യൂറിങ് ദ മന്ത്. ഈ കേസിൽ ഡ്യൂറിങ് ദ മന്ത്. ഓക്കെ, അത് എത്രയായിരുന്നു? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ, 1,52,000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ കഴിഞ്ഞ പീരീഡിൽ നിന്ന് 2500 വന്നു. ഇത്തവണ ഞാൻ 1,52,000 മാനുഫാക്ചർ ചെയ്തു. ഓക്കെ, ആൻഡ് ഞാൻ സെല്ല് ചെയ്ത് എത്രയായിരുന്നു? സെല്ല് ചെയ്ത് എത്രയാണ്? 1,52,600. ഓക്കെ, റൈറ്റ്. സോ വാട്ട് ഈസ് മൈ ക്ലോസിംഗ് സ്റ്റോക്ക്? ഓക്കെ, സോ 2,500 പ്ലസ് ഞാൻ 1,52,000 മാനുഫാക്ചർ ചെയ്യുന്നു. അതിൽ നിന്ന് 1,52,600 ഞാൻ സെല് ചെയ്തു. ഓക്കെ, ഹോപ്പ് യു ആർ ഗെറ്റിംഗ് 1,900. ഓക്കെ, റൈറ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കാൽക്കുലേഷൻ. ഓപ്പണിംഗ് 2,500 വെൽക്കം. ഇത്തവണ ഞാൻ മാനുഫാക്ചർ ചെയ്ത് 1,52,000 ആയിരുന്നു. എഗെയിൻ അതിൽ നിന്ന് ഞാൻ സെല് ചെയ്ത് 1,52,600 ആണ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് 1,900 ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് കിട്ടിയല്ലേ. ഇനി വേണ്ടത് എന്താ? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഐ ഷുഡ് ഹാവ്, റൈറ്റ്. അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആണ് വാട്ട് ഈസ് ദ ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മൾ ഫൈനലി ഇവിടെ മൈനസ് ചെയ്യേണ്ടത് അല്ലേ, റൈറ്റ്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ അത് എഗെയിൻ അവർ പറയുന്നുണ്ടല്ലേ, കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് ടു ബി വാല്യൂഡ് അറ്റ് റെലവൻറ്റ് മന്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, റെലവൻറ്റ് മന്ത്. ഇപ്പോൾ ഏപ്രിൽ മന്തിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? സോ ഹിയർ 12,43,400 ആണല്ലേ. എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് 1,52,000. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഓക്കെ, അത് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തത് എത്ര യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാനായിരുന്നു? 1,52,000. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താണ്? ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് 8.18. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ അവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് അല്ലേ. ഈ മാസത്തെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? അത് എത്ര യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാനായിരുന്നു? 1,52,000 ആണ്. ഓക്കെ, സോ 8.18 ആണ് എന്ത് ചെയ്യുന്നത്? വാല്യൂ ഓഫ് സ്റ്റോക്ക്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് 8.18. ഓക്കെ, so if you are multiplying you will be getting something like 15,542.5. okay, right. so അത് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതൊരു വർക്കിംഗ് നോട്ടായിട്ട് യു ഷുഡ് ഹാവ്. ഓക്കെ, ഫസ്റ്റ് എത്ര യൂണിറ്റ്സ് ആണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ളത് ഫസ്റ്റ് തിങ്. ദെൻ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 12,43,400 ഡിവൈഡഡ് ബൈ 1,52,000. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് 8.18. അതിൻ്റെ ഒരു വർക്കിംഗ് നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, ആൻഡ് റെഫർ ദാറ്റ് വർക്കിംഗ് നോട്ട് ഓൾസോ. ഓക്കെ, ഓൾവേസ് മേക്ക് എ ഹാബിറ്റ് ടു കോട്ട് ദ വർക്കിംഗ് നോട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കോട്ട് ചെയ്യണം. ഓക്കെ, റൈറ്റ്. നൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, റൈറ്റ്. സോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 12,43,400 പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, സോ യു ഷുഡ് ബി ഗെറ്റിംഗ് 12,47,983. ഓക്കെ, റൈറ്റ്. ദെൻ നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമുക്ക് അഡ്മിൻ ഓവർ ഹെഡ്സും സെല്ലിംഗ് ഓവർ ഹെഡ്സും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും അല്ലേ, റൈറ്റ്. സോ നൗ ചെക്ക് വാട്ട് ആൻഡ് ഓൾ ആർ ദ അഡ്മിൻ, ജനറൽ അഡ്മിൻ ഓവർ ഹെഡ്സ്. യെസ്, ഇറ്റ് ഈസ് ഗിവൺ, റൈറ്റ്. അഡ്മിൻ ഓവർ ഹെഡ്സ്, it is given as 46,765. okay, then is there any selling overheads? യെസ്, സെല്ലിംഗ് ഓവർ ഹെഡ്സ് ഉണ്ട്. എമൗണ്ട് തന്നിട്ടില്ല, പക്ഷേ എന്താ 20 പൈസ പെർ യൂണിറ്റ് എന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു സെല്ലിംഗ് യൂണിറ്റ്സുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1,52,600. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ ദാറ്റ്. സോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് 20 പൈസയാണ്. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ് സെല് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, 1,52,600. ഓക്കെ, റൈറ്റ്. സോ if you add those items you will be getting cost of sales. okay, so 12,47 plus 46,765 plus 30,520. okay, hope you are getting 13,25,268. okay, അതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വളരെ സിമ്പിളാണ്. എന്താണ്? പ്രോഫിറ്റ് കണ്ടൻറ്റ് ആഡ് ചെയ്യണം.
we will be getting the sales അല്ലേ റൈറ്റ് ഇതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ വേണ്ടത് സോ എങ്ങനെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ നൗ ലുക്ക് അറ്റ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് സോ അവർ പറയുന്നുണ്ട് പ്രോഫിറ്റ് ഈസ് വാട്ട് 20% ഓൺ സെയിൽസ് എന്ന് പറയുന്നുണ്ട് അല്ലേ റൈറ്റ് നമുക്കിവിടെ കോസ്റ്റാണ് ഉള്ളത് ഈ 13,25,000 എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റാണ് പക്ഷെ അവർ പറയുന്നത് പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് ആണ് അപ്പോൾ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളാണ് എപ്പോഴും ഈ ഓൺ സെയിൽസ് അല്ലെങ്കിൽ ഓൺ കോസ്റ്റ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ജസ്റ്റ് 100 ആയിട്ട് എടുക്കുക ഓക്കെ ഫോർ എക്സാമ്പിൾ 100 റുപ്പീസാണ് നമ്മുടെ സെയിൽ എന്ന് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ് 20% ഓൺ സെയിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ 100 രൂപയുടെ സാധനമാണ് അല്ലേ പ്രോഫിറ്റ് 20% ആണ് ഓൺ സെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും 20 ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും 80 ആയിരിക്കും ഓക്കെ ഈ ഒരു ലോജിക്കൽ എപ്പോഴും ചിന്തിച്ചാൽ മതി ഓക്കെ ഇപ്പോൾ ഓൺ കോസ്റ്റ് ഇപ്പോൾ പ്രോഫിറ്റ് ഈസ് 20% ഓൺ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ കോസ്റ്റിന് 100 ആയിട്ട് എടുക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രോഫിറ്റ് 20 ആവും സെയിൽസ് 120 ആവും ഓക്കെ റൈറ്റ് പക്ഷേ ഇവിടെ എന്താ പറയുന്നത് ഓൺ സെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ 100 സെയിൽസ് ആയിട്ട് എടുക്കുക ഓക്കെ ലെസ് പ്രോഫിറ്റ് 20 കോസ്റ്റ് ഓക്കെ അപ്പോൾ കോസ്റ്റ് ഇസ് 80 സോ വിച്ച് മീൻസ് ഈ 13,25,000 എന്ന് പറയുന്നത് എന്താ 80% ആണ് അല്ലേ റൈറ്റ് ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദറ്റ് പ്രോഫിറ്റ് സോ ഈ 13,25,000 268 പറയുന്നത് 80% ആണ് എനിക്ക് വേണ്ട പ്രോഫിറ്റ് ആണ് അല്ലേ സോ ഇഫ് ഡിവൈഡ് ബൈ 80 ഇൻറ്റു വാട്ട് മൈ പ്രോഫിറ്റ് ഓക്കെ റൈറ്റ് സോ മച്ച് യു ആർ ഗെറ്റിംഗ് 3,31,317 ഓക്കെ റൈറ്റ് സോ ദാറ്റ് ഇസ് ദ പ്രോഫിറ്റ് നമുക്ക് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 16,56,584 ഓക്കെ ദാറ്റ് ഇസ് ദ ടോട്ടൽ തിങ് ഓക്കെ റൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാം ഈ 16,56,584-ന് 20% ആയിരിക്കണം എന്ത് നമ്മുടെ പ്രോഫിറ്റ് ഓക്കെ ഓൾമോസ്റ്റ് 3,31,317 വരുന്നുണ്ട് ഓക്കെ റൈറ്റ് സോ ദിസ് ഈസ് ദ ഫൈനൽ സെയിൽസ് ഓക്കെ റൈറ്റ് സോ ക്വസ്റ്റ്യനിൽ വൺ മോർ റിക്വയർമെൻറ്റ് ദേ ആർ ടെല്ലിംഗ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും പറഞ്ഞിട്ടുണ്ട് അല്ലേ റൈറ്റ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ സെയിൽസ് ഉണ്ട് യൂണിറ്റ്സ് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഇത് യൂണിറ്റ്സ് എത്രയാണ് 1,52,600 റൈറ്റ് ദാറ്റ് ഇസ് ദ സെയിൽസ് So what is the selling price per unit? Just divide what is the sales divided by what is the units. Okay, so you'll be getting something like 10.86. Okay, right, that is the selling price per unit. Okay, so this is the way we are going to prepare a cost sheet. Okay, so I hope you understood how to prepare a cost sheet. അപ്പോൾ ഇതൊരു എ കാറ്റഗറി ടോപ്പിക് തന്നെയാണ് കാരണം കോസ്റ്റ് ഇൻ്റർമീഡിയറ്റ് കോസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ അറ്റംപ്റ്റും റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ റൈറ്റ് സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് ലേണിംഗ് ഹാപ്പി ലേണിംഗ് ഓൾ ദ ബെസ്റ്റ്